Halal. So, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ NPCA 033 ഓർഗനൈസേഷൻ ഡെവലപ്മെന്റിലെ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ബ്ലോക്കിലെ യൂണിറ്റ് 1നെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ഒരു യൂണിറ്റ് 1ന്റെ നെയിമാണ് ഡെഫിനിഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്നുള്ളത് കേട്ടോ. സോ ഈ ഒരു കാര്യം ഞാൻ 2 പാർട്ടിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് 1നെ തന്നെ 2 പാർട്ടാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നുണ്ടാവുക കേട്ടോ. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കണ്ടന്റ് ആയിട്ട് വരുന്ന ഇൻട്രൊഡക്ഷൻ, ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻസ്, ഓൾഡ് ആൻഡ് ന്യൂ ഡെഫിനിഷൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിന് പുറമെ അതിന്റെ ഗോൾസിനെ കുറിച്ച്, ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ആൻഡ് ഓർഗനൈസേഷണൽ ചേഞ്ച് എന്താണ്, ഓർഗനൈസേഷൻ കൾച്ചർ എന്താണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക. സോ ഇന്ന് നമ്മൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റും അതിന്റെ ഡെഫിനിഷൻസും അതിന്റെ ഗോൾസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ കമ്മിങ് ടു ദി ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്, നമ്മളെ പേപ്പറിന്റെ പേര് തന്നെ എന്താണ്? ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. സോ എന്താണ് ഈ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്നുള്ളത് അറിയണം അല്ലെ? അതിന്റെ മുന്നേ എന്താണ് ഈ ഓർഗനൈസേഷൻ എന്നുള്ളത് നമുക്കറിയണം. സോ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് ഓർഗനൈസേഷൻ, എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ, ഗവൺമെന്റ് ഓർഗനൈസേഷൻ, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. പക്ഷെ ഓർഗനൈസേഷൻ പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ can be defined as 2 or more people working together towards one or more shared goals എന്നുള്ളതാണ്. 2 അല്ലെങ്കിൽ അതിന് കൂടുതൽ ആൾക്കാരോ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ടാകും. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഗോൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതൽ ഗോൾസ് ഉണ്ടാകും. അവർക്ക് എല്ലാവർക്കും ചേർന്നിട്ട് ഷെയർഡ് ഗോൾ ഉണ്ടാകും. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു കാര്യമാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഓർഗനൈസേഷൻ പറഞ്ഞാൽ 2 അല്ലെങ്കിൽ അതിന് കൂടുതൽ ആൾക്കാരോ അവർക്ക് വേണ്ട ഒരു ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി വർക്ക് ചെയ്യുന്നതിനാണ് നമ്മളൊരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഓർഗനൈസേഷനെ ഒന്നും കൂടി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കിയിട്ടുണ്ട്? വേസ് ബോർഡ് ഒരു 6 സ്റ്റെപ്പ് മോഡൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർഗനൈസേഷൻ എന്താണ്, എങ്ങനെ ആയിരിക്കണം ഒരു ഓർഗനൈസേഷൻ, അങ്ങനെ നമുക്ക് പറയാം. എങ്ങനെ ആയിരിക്കണം ഒരു ഓർഗനൈസേഷൻ, ഒരു നല്ലൊരു ഓർഗനൈസേഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് ഈ വേസ് ബോർഡ് അദ്ദേഹത്തിന്റെ 6 സ്റ്റെപ്പ് മോഡലിൽ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പറഞ്ഞതിന് പർപ്പസ് എന്നുള്ളതാണ്. The organization members are clear about organization mission and purpose and goal agreement whether people support the organization's purpose എന്നുള്ളതാണ്. എന്തിനാണ് ഒരു ഓർഗനൈസേഷൻ വന്നിട്ടുള്ളത്, അതിന്റെ ഗോൾ എന്താണ്, മനസ്സിലായി? അതാണ് അതിന്റെ മിഷൻ. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അതിന്റെ മിഷനും ഉണ്ടാവും, അതുപോലെ വിഷനും ഉണ്ടാവും. വെച്ചാൽ അതിന്റെ ഗോൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നോക്കണം. അതിനെ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു ഗോളിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ, സോ ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കൂളാണ്, അതിന്റെ ഗോൾ എന്താണ്? എഡ്യൂക്കേഷണൽ കൊടുക്കുക എന്നുള്ള ഒരു കാര്യമാണല്ലോ അല്ലെ? അപ്പൊ അതിന് ആ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സ്കൂളിലുള്ള ആൾക്കാർ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അതാണ്. ഓക്കെ, ആ ഒരു കാര്യമാണ് നമ്മൾ ഈ പർപ്പസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, വിച്ച് ഇസ് സ്ട്രക്ചർ. ഹൗ ഡു വി ഡിവൈഡ് അപ്പ് ദ വർക്ക്? ദ ക്വസ്റ്റ്യൻ ഇസ് വെദർ ദർ ഇസ് an adequate fit between the purpose and internal structure എന്നുള്ളതാണ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കുമ്പോൾ അതിന് എംപ്ലോയീസിന് എങ്ങനെ ഓർഡർ ആക്കിയിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ആ ഒരു ഓർഗനൈസേഷന്റെ CEO ഉണ്ടാകാം അല്ലെ? അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ എന്താക്കാം? മാനേജേഴ്സ് ഉണ്ടാക്കാം, അതിന് താഴെ എംപ്ലോയീസ് ഉണ്ടാകും. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അങ്ങനെ സ്ട്രക്ചറിൽ നിൽക്കുമ്പോഴാണ് അതിന് എന്താക്കാനുള്ള ഒരു പ്രോപ്പർ വേസിൽ എന്താക്കാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു നല്ലൊരു സ്ട്രക്ചർ ഒരു കമ്പനിക്ക് ഉണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യാണ് നമുക്ക് വേണ്ടത് കേട്ടോ. വെച്ചാല് ആ ഒരു അയാളുടെ ജോബ് ഇപ്പൊ ഒരു ണെങ്കിൽ ഏറ്റവും ഹയർ അതിന്റെ മാനേജ്മെന്റ് ഉണ്ടാകും, അതിന്റെ താഴെ എന്തുണ്ടാകും? പ്രിൻസിപ്പൽ ഉണ്ടാകും, അതിന്റെ താഴെ ടീച്ചേഴ്സ് ഉണ്ടാകും അല്ലെ? അങ്ങനെയാണ് എന്താണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവരെല്ലാരും കൂടിയിട്ട് നല്ലൊരു സ്ട്രക്ചറിൽ നിൽക്കുമ്പോഴാണ് അതിന്റെ ഓരോ വർക്കുകൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകണം, ആ ഒരു വർക്ക് അവിടുന്ന് ശരിയായില്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകണം എന്നുള്ളൊരു സ്ട്രക്ചറിൽ നിൽക്കണം അവിടെ അല്ലെ? അത് കഴിഞ്ഞിട്ട് റിലേഷൻഷിപ്പ് ആണ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, between units or departments that perform different tasks and between the people and requirements of their job എന്നുള്ളതാണ് റിലേഷൻഷിപ്പ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് തമ്മിലും ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഒരു മാർക്കറ്റിങ്ങിന്റെ ആൾക്കാരും അതുപോലെ തന്നെ സെയിൽസിന്റെ മാർക്കറ്റിങ്ങിന്റെ ആൾക്കാരും അതുപോലെ തന്നെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റും
ഫോർ എക്സാമ്പിൾ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ നമ്മൾ വേണ്ട ഒരു കോളേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ മാത്സ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ CS ഡിപ്പാർട്ട്മെന്റ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെയൊക്കെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ കമ്പനിക്ക് എന്താക്കാൻ പറ്റുള്ളൂ, സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയുള്ള ആൾക്കാർക്കും എന്താണ് അപ്പോഴേ എന്താകുള്ളൂ, ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ റിലേഷൻഷിപ്പ് എന്താകണം, ഒരു കമ്പനിയിൽ നല്ല രീതിക്ക് ഉണ്ടാവണം. Then reward. The consultant should diagnose the similarities between what the organization formally reward or punished for doing എന്നുള്ളതാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ റിവാർഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു കമ്പനിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഒരു ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അതിന് നമുക്ക് ഒരു ഇൻസെന്റീവ് കിട്ടി, നമുക്ക് എന്താവും, ഓഫ്കോഴ്സ് നമുക്ക് എന്താവും നെക്സ്റ്റ് ടൈം അത് വർക്ക് ചെയ്യാൻ ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടാവും. നേരെ പക്ഷെ നമ്മൾ വർക്കൊന്നും ആരും കാണുന്നുമില്ല, അതിനൊരു അപ്രിസിയേഷൻ തരുന്നുമില്ല എന്നാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ അവിടെ ഒരു ഇഷ്ടം ഉണ്ടാവോ, ഇല്ലല്ലോ. ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വെച്ചാല് നമുക്ക് റിവാർഡ് കിട്ടേണ്ടടുത്ത്, റിവാർഡ് പറഞ്ഞാൽ അത് ചിലപ്പോൾ ബോണസ് ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അപ്രിസിയേഷൻ ആയിരിക്കാം, എന്തോ ആവാം. ആ ഒരു ചിലപ്പോൾ അത് മോണിറ്ററി ബേസ്ഡ് ആവാം, വെച്ചാൽ മണി ബേസ്ഡ് ആവാം, അല്ലെങ്കിൽ നോൺ മോണിറ്ററി ബേസ്ഡ് ആയിട്ടുള്ള റിവാർഡ്സ്, വെച്ചാൽ മണി അല്ലാത്ത ബേസ്ഡ് ആയിട്ടുള്ള റിവാർഡ്സ്, ലൈക്ക് ഒരു വെക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവാം. അതൊക്കെ തരുന്ന സമയത്ത് തരും വേണം. അതുപോലെ പണിഷ്മെന്റ്, നമ്മൾ ചെയ്തതായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ കമ്പനിക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് എന്താക്കാം, പണിഷ്മെന്റ് തരുന്നിടത്ത് പണിഷ്മെന്റ് തരുമാണ്. അങ്ങനത്തെ ഒരു സിസ്റ്റം എന്തായാലും ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവണം. ലീഡർഷിപ്പ് അവിടെ നിൽക്കട്ടെ. ഹെൽപ്ഫുൾ മെക്കാനിസം എന്നുള്ളതാണ് പറയുന്നത്. ഹെൽപ്ഫുൾ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ ഇതൊരു ടൂള്, ചില ഒരു ഓർഗനൈസേഷൻ ഒരു നല്ല രീതിക്ക് റൺ ചെയ്യാനായിട്ടുള്ള ഒരു ടൂളായിട്ടാണ് നമ്മൾ ഈ ഒരു ഹെൽപ്ഫുൾ മെക്കാനിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്കൂളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ ടൈം ടേബിൾ എന്നുള്ള കാര്യം ആ ഒരു ഹോൾ സ്കൂളിൽ എന്താക്കും, ഒരു ഓർഗനൈസ്ഡ് വേയിൽ റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അല്ലെ. വെച്ചാൽ ഇന്ന ടൈമിൽ ഇന്ന ടീച്ചർ വരുന്നു, അപ്പൊ ആ ക്ലാസ്സിൽ അപ്പുറത്ത് വേറെ ടീച്ചർ വരുന്നു, അപ്പോ വേറെ ആൾ എൻഗേജ്ഡ് ആവുന്നു. അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ആക്കി വെക്കുന്ന ഒരു സാധനമാണ് എന്ത്, ഒരു ടൈം ടേബിൾ എന്നുള്ളത് ഒരു സ്കൂളിൽ. ആ ഒരു സാധനം തന്നെയാണ് ഹെൽപ്ഫുൾ മെക്കാനിസം എന്ന് പറഞ്ഞാൽ. ഒരു ടൂൾ, ഒരു ഓർഗനൈസേഷനെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് എന്ത്, ഹെൽപ്ഫുൾ മെക്കാനിസം എന്ന് പറയുന്നത്. ദെൻ ഇനി നമുക്ക് ഫിഫ്ത്ത് നോക്കാം. ലീഡർഷിപ്പ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ടു വാച്ച് ഫോർ ബ്ലിപ്സ് എമംഗ് ദ അതർ ബോക്സസ് ആൻഡ് മെയിൻറ്റെയിൻ ബാലൻസ് എമംഗ് ദം എന്നുള്ളതാണ്. പക്ഷെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ലീഡർ ഉണ്ടായിരിക്കണം ഒരു ഓർഗനൈസേഷനിൽ. ആ ഒരു ഓർഗനൈസേഷൻ, ആ ലീഡർ എന്താക്കണം, ഈ നമ്മൾ ബാക്കി പറഞ്ഞ 5 കാര്യങ്ങൾ അല്ലെ, നമ്മൾ പറഞ്ഞ പർപ്പസ്, സ്ട്രക്ചർ, റിലേഷൻഷിപ്പ്, റിവാർഡ്, ഹെൽപ്ഫുൾ മെക്കാനിസം, ഇതൊക്കെ നല്ല രീതിക്ക് തന്നെ അല്ലേ പോകുന്നേ. ഇതിനൊക്കെ തമ്മിലുള്ള ഒരു ബാലൻസ് നോക്കാനുള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ്, ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ലീഡർ വേണം എന്നുള്ളതാണ് നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ ഇതാണ് വേസ്റ്റ് ബോർഡ് പറഞ്ഞ 6 സ്റ്റെപ്പ് മോഡൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻ ഓർഗനൈസേഷൻ കേട്ടോ. അതിലാണ് പർപ്പസ്, സ്ട്രക്ചർ, റിലേഷൻഷിപ്പ്, റിവാർഡ്, ലീഡർഷിപ്പ്, ഹെൽപ്ഫുൾ മെക്കാനിസം. ഇത് നിങ്ങൾക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത പോലെ അച്ചടിച്ച് പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡെഫിനിഷൻ മനസ്സിലായത് വെച്ചിട്ട് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ എക്സാംസിന്. ദെൻ ഇനി എന്താണ് ഒരു ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു, അതിന് പുറമെ ഡെവലപ്മെന്റ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. വെച്ചാല് ഡെവലപ്പ് ചെയ്ത് വരാം. ഇപ്പൊ നമ്മൾ പറയും, നമ്മൾ കുറച്ച് മുന്നേ ഉള്ള പോലെയല്ല, ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ, നമ്മളുടെ നോളജ് ഡെവലപ്പ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ സ്കിൽസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ കൂട്ടി വരാം അല്ലെ, അതൊന്ന് ഇംപ്രൂവ് ചെയ്യിപ്പിച്ച് വരിക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ സംബന്ധിച്ച് ഓർഗനൈസേഷൻ ഡെവലപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈംലി അതിങ്ങനെ എന്താവുകയാണ്, കൂടുതൽ ഇങ്ങനെ എഫക്റ്റീവ് ആയിട്ട് അത് ഇംപ്രൂവ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. അവിടെയുള്ള ഒരു ഓർഗനൈസേഷനിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ കൾച്ചറിനെയും അതിന്റെ സിസ്റ്റത്തിലെയും അവിടെയുള്ള ആൾക്കാരുടെ ബിഹേവിയറും ഒക്കെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനം. ഓക്കെ, കൾച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമുക്കെന്താ പറയാ, നമുക്കൊരു സൊസൈറ്റിയിൽ കൾച്ചർ ഉണ്ട്, അല്ലെങ്കിൽ റിലീജിയസ് കൾച്ചർ, അങ്ങനെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞ സാധനം ഇല്ലേ, അതുപോലെ തന്നെ അവിടെയുള്ള സിസ്റ്റം, അവിടെയുള്ള ആൾക്കാരുടെ ബിഹേവിയർ ഒക്കെ മാറ്റിയെടുക്കുന്ന ഒരു കാര്യമാണ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ. ഓക്കെ, അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ പല പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ, അങ്ങനത്തെ ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനും അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇതൊരു ഒരു പ്ലാൻഡ് ആയിട്ട് നമ്മൾ വേണമെന്ന് വിചാരിച്ച് പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം കൊണ്ട് അവിടുത്തെ ഓർഗനൈസേഷനും
അതുപോലെ തന്നെ അവിടെയുള്ള എംപ്ലോയീസിനും എന്താണ് ഹെൽപ്ഫുൾ ആണ്. ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് അവിടെയുള്ള എംപ്ലോയീസിനും അതുപോലെ ഓർഗനൈസേഷനും രണ്ടാൾക്കും എന്താണ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കാര്യമാണ് ഓർഗനൈസേഷൻ ഡെവലപ്പ് എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെയുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, നോംസ്, റിലേഷൻഷിപ്പ്, ഓർഗനൈസേഷൻ കൾച്ചർ എല്ലാത്തിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അവിടെയുള്ള എംപ്ലോയീസിന്റെ റിലേഷൻഷിപ്പ്, ഓക്കെ, അവിടെ നല്ല രീതിക്കുള്ള റിലേഷൻഷിപ്പ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒക്കെ ഈ എംപ്ലോയീസ് തമ്മിൽ ചില കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട് ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ. അതിലൊക്കെ നമ്മൾ എന്താക്കും, ഓർഗനൈസേഷൻ ഡെവലപ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വാരൻ ബെന്നിസ് പറഞ്ഞിട്ടുള്ള ഒരാള് എന്താക്കിയിട്ടുണ്ട്, ഓർഗനൈസേഷൻ ഡെവലപ്മെന്റിനെ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ, ഇറ്റ് ഈസ് എ റെസ്പോൺസ് ടു ചേഞ്ച്, എ കോംപ്ലെക്സ് എഡ്യൂക്കേഷണൽ സ്ട്രാറ്റജി intended to change the beliefs, attitudes, values, and structure of an organization so that they can better adapt to new technologies, marketing, and challenges, and the desired rate of change itself എന്നുള്ളതാണ്. വെച്ചാല് ഒരു ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ടു ചേഞ്ച് എന്നുള്ള കാര്യമാണ്. നമുക്ക് എന്താണ് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ, ഓരോ ടൈം പീരീഡ് വരുമ്പോൾ എന്താക്കും, നമ്മളിങ്ങനെ ഓരോ സാധനത്തിൽ ചേഞ്ച് വരുത്തിക്കൊണ്ടേയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് എന്താണ്, നമ്മൾ ഒരു സ്കൂളിലൊക്കെ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, വൈറ്റ് ബോർഡിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡിൽ ചോക്കായിട്ട് എഴുതായിരുന്നു. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ എന്തായി, അത് വൈറ്റ് ബോർഡിൽ മാർക്കർ വെച്ച് എഴുതാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, ഡിജിറ്റൽ ക്ലാസ് റൂംസ്, റോബോട്ടിക്സ് എന്നുള്ള ഒരു രീതിയിലേക്ക് മാറ്റി. നമ്മൾ ടൈം പോകുന്നോറനുസരിച്ച് എന്താക്കണം, അവിടെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ എന്താണ് പണ്ടത്തെ പോലെ ഈ ഒരു ഇയറിൽ എത്തിയിട്ട് നമ്മളിപ്പോ പണ്ടത്തെ പോലെ ഒരു ചോക്കും ഒരു ബോർഡ് വെച്ച് എഴുതാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ആ ഒരു ഓർഗനൈസേഷൻ കുറച്ച് വീക്ക് ആണെന്നല്ലേ അവിടെ അർത്ഥം. പക്ഷെ നമുക്ക് എന്താക്കണം, ഒരു ടൈം കൂടുന്നതിനനുസരിച്ച് ടൈം ഇങ്ങനെ മൂവ് ഓൺ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്താക്കണം, ആ ചേഞ്ച് അവിടെ കൊണ്ടുവരണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അത് അവിടുത്തെ ആൾക്കാരുടെ ബിലീഫ്സ്, ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ് അതൊക്കെ എന്താക്കും, ചേഞ്ച് ചെയ്യും വേണം. ഇപ്പോഴാ പണ്ടത്തെ മൈൻഡ് സെറ്റ് വെച്ചിരിക്കാൻ പറ്റൂലല്ലോ ആൾക്കാർക്ക്. അപ്പൊ അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് എന്നിട്ട് എന്താക്കും, ഈ പുതിയ ടെക്നോളജീസിലോട്ട് അവരെ അഡാപ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയും ചെയ്യും. അതാണ് ഒരു ഓർഗനൈസേഷൻ ഡെവലപ്മെന്റിനെ വാരൻ ബെന്നിസ് പറഞ്ഞത്. വെച്ചാല് ഇവിടെ എന്ന് പറഞ്ഞാല് ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനെ ബെറ്റർ ആക്കാൻ വേണ്ടി ചെയ്യുന്നതും അല്ല, അവിടെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ എംപ്ലോയീസിന് ട്രെയിനിങ് ഫംഗ്ഷൻ കൊടുക്കുന്നതും അല്ല. റാദർ ദാൻ ഇതൊരു ചേഞ്ച് പ്രോസസ് ആണ്. എന്തിന്, നമുക്ക് വിചാരിച്ചൊരു ഗോൾ ഉണ്ട്, ആ ഗോളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാക്കുന്ന ചേഞ്ചുകളാണത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഓർഗനൈസേഷൻ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഓർഗനൈസേഷന്റെ എംപ്ലോയീസിനും അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഓർഗനൈസേഷനും ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലയൻസും അതുപോലെ തന്നെ കൺസൾട്ടന്റും ഒക്കെ എന്താക്കും, ഒരു പ്രശ്നം ഉണ്ടായാൽ അവര് എല്ലാവരും കൂടിയിട്ട് വർക്ക് ചെയ്തിട്ട് എവിടെയാണ് ഇഷ്യൂ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം കൂടി ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് organization is asked to create an understanding of current situation and to identify opportunities for change that will meet business needs എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മളെ കറന്റ് സിറ്റുവേഷൻ അനാലിസിസ് ചെയ്തിട്ട് അവിടെ നമുക്ക് എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കും. ഇന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൊണ്ടുവന്നാൽ നല്ലതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു ബിസിനസ് നീഡ്സിലേക്ക് നമ്മൾ എന്താക്കും, ചേഞ്ച് വരുത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ട്രഡീഷണൽ കൺസൾട്ടിംഗ് ഡിഫറെന്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ക്ലയന്റിന്റെ ഇൻവോൾവ്മെന്റ് ഭയങ്കരമായിട്ട് ഉണ്ടാകും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ the way in which people communicate and work together are addressed concurrently with the technical and procedural issues that need resolutions. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പീപ്പിൾസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെയുള്ള എംപ്ലോയീസ് കമ്മ്യൂണിക്കേഷനും അവർ എങ്ങനെയൊക്കെയാണ് വർക്ക് ടുഗെദർ, എങ്ങനെയൊക്കെയാണ് അവർ ടീം വർക്ക് ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ റിസോൾവ് ചെയ്ത് കൊടുക്കും. പിന്നെ ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ്സിന് കൂടെ നമ്മൾ എപ്പോഴും ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ഇങ്ങനെ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മള് ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാല് അതുപോലെ തന്നെ ഓഡിയോ വാല്യൂസ് അത് നോക്കിച്ചോളൂ. ഓഡിയോ വാല്യൂസ് പാർട്ടിസിപ്പേറ്റ് ഡെമോക്രാറ്റിക് സ്റ്റൈൽ ആൻഡ് ഫോക്കസ് ഓൺ വർക്ക് ടീം, ഇറ്റ് ഇസ് എ ഷെയർഡ് ഓൺ ഗോയിങ് ഇന്ററാക്റ്റീവ് പ്രോസസ്. ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്റീവ് ഡെമോക്രാറ്റിക്. പാർട്ടിസിപ്പേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരും കൂടിയും ചേർന്നിട്ട്. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള റൈറ്റ് ഉണ്ട്.
ഓക്കെ. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളില് അവിടെ എല്ലാരെയും കൂട്ടിയെടുത്തിട്ട് അവരുടെ എല്ലാവരുടെയും ഒപ്പീനിയൻ നോക്കിയിട്ട് നമ്മൾ എന്താക്കുള്ളൂ, ഒരു ടീമിന്റെ ഒരു ഒപ്പീനിയൻ നോക്കിയിട്ടാണ് നമ്മൾ അവിടെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഒരു ഷെയർഡ് ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് പ്രോസസ് ആണ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്താണെന്നുള്ളതാണ് പറഞ്ഞു തന്നത്. ഇനി നമ്മൾ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റിനെ നമ്മൾ രണ്ട് രീതിക്കാണ് ക്ലാസ് ചെയ്തിട്ടുള്ളത്. ഓൾഡ് ഡെഫിനിഷനും ഉണ്ട്, അതുപോലെ തന്നെ ന്യൂ ഡെഫിനിഷൻസും ഉണ്ട്. ഈ ഓൾഡ് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ, ഇവിടെ എന്ന് പറഞ്ഞാല് ഇത് നോക്കി വെച്ചാൽ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ഇസ് എൻ എഫേർട്ട് പ്ലാൻ ഓർഗനൈസേഷൻ വൺ ആൻഡ് മാനേജ് ഫ്രം ടോപ്പ് ടു ഇൻക്രീസ് ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് ആൻഡ് ഹെൽത്ത് ത്രൂ പ്ലാൻഡ് ഇന്റർവെൻഷൻസ് ഇൻ ഓർഗനൈസേഷൻ പ്രോസസ് യൂസിങ് ബിഹേവിയറൽ സയൻസ് നോളജ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാല് പണ്ടൊക്കെ ഈ 1969 ഈ ഓർഗനൈസേഷനെ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു മെഷീന് പോലെയായിരുന്നു. മെഷീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ, അതിന് കൊടുക്കുന്ന ടാസ്ക് അത് സ്മൂത്ത് ആയിട്ട് ചെയ്തു തരും അല്ലെ. അതിന് വേറെ ചേഞ്ചസുകളും കാര്യങ്ങളൊന്നും വരുത്താൻ പറ്റൂല. നമ്മൾ അതിന്റെ മാനേജർ ആണെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന ടാസ്ക് മാത്രം അതിന് ചേഞ്ച് ചെയ്തു തരാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതന്നെയാണ് ഇവിടെ ഒരു മെഷീനുമായിട്ടാണ് ഒരു ഓർഗനൈസേഷനെ കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ്, അതിന് ആ ഒരു വർക്ക് സ്മൂത്ത്ലി അതിന് ചെയ്തു തരാൻ പറ്റും അല്ലെ. അതിന് എന്താണ് ടോപ്പ് മാനേജ്മെന്റ് അതിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്തു തരുന്ന ഒരു കാര്യമായിട്ടായിരുന്നു ഓർഗനൈസേഷൻ ഡെവലപ്മെന്റിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിലെന്ന് പറഞ്ഞാൽ പിന്നെ ബിഹേവിയറൽ സയൻസ് നോളജും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബിഹേവിയറൽ സയൻസ് പറഞ്ഞാൽ നമ്മൾ സൈക്കോളജി, സോഷ്യൽ സയൻസ് എന്നൊക്കെയുള്ള നോളജസ് ഒക്കെ ആയിരുന്നു അവിടെ ആൾക്കാരൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ന്യൂ ഡെഫിനിഷൻ എന്നുള്ളതാണ് പറയുന്നത്. ന്യൂ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ organization development is an attempt to influence the members of an organization to expand their kindness with each other about their views of the organization and their experience in it, and to take greater responsibility for their own action as an organization member. ഇത് നെൽസൺ ഇൻ 1984 പറഞ്ഞ ഒരു ഡെഫിനിഷൻ ആണ്. സോ ഈ ഡെഫിനിഷനിൽ നമ്മൾ നോക്കുന്നത് എന്താന്ന് വെച്ചാല്, ജസ്റ്റ് ഒറ്റ മിനിറ്റ്. ഓക്കെ, ഈ ഒരു ഡെഫിനിഷനിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാല് അവിടുത്തെ ആൾക്കാര് എന്തായിരിക്കണം, അവിടെയുള്ള ആളുകള് ഭയങ്കര ഹോണസ്റ്റ്, ഓപ്പൺ ആൻഡ് ഹോണസ്റ്റ് വിത്ത് ഈച്ച് അതർ ആയിരിക്കണം. അവർക്ക് അവരുടെ തോട്ട്സും എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും വേണം. എന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു ആക്ഷൻ വന്നിട്ട് അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് അവർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് അവർ തന്നെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി എടുക്കുക, നോട്ട് ബ്ലെയിമിങ് അതേഴ്സ്. ഓക്കെ, അവിടെയുള്ള പീപ്പിൾസ് ഭയങ്കര ഹോണസ്റ്റ് ആൻഡ് എന്തായിരിക്കണം, ഓപ്പൺ ആയിരിക്കണം. ആ ഒരു കാര്യമാണ് ഇവിടെ ഓർഗനൈസേഷൻ എക്സ്പ്ലെയിൻ ദർ കാൻഡ്നെസ് വിത്ത് ഈച്ച് അതർ അബൌട്ട് ദർ വ്യൂസ്. അവിടെ അവർക്ക് എന്താക്കാം, ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിന് അവർക്ക് അവരുടെ വ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാം. അതുപോലെ തന്നെ എന്താക്കാം, ഇപ്പൊ അവർ ചെയ്തൊരു കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ എന്തായിരിക്കണം, അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കണം എന്നുള്ളതാണ് നെൽസൺ പറഞ്ഞത്. ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞാല് ഒരു ഇങ്ങനെ ആകുമ്പോ എന്താണ് അടുത്ത് പറയുന്നത്, assumption behind this phenomenon is that when people pursue both of these objects simultaneously, they are likely to discover new way of working together and the experience as more effective for achieving their own and their shared organization goals. ഇങ്ങനെ വരുമ്പോ അവിടെ എന്താകും, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അവര് ഓപ്പൺ ആൻഡ് ഹോണസ്റ്റ് വിത്ത് ഈച്ച് അതർ സോ ദാറ്റ് ദേ വിൽ ബി ഏബിൾ ടു ടേക്ക് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ദെയർ ഓൺ ഡൂയിങ്സ്. അല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താകും, അവിടെ ഒരു ബെറ്റർ ടീം വർക്ക് വരും. അപ്പൊ എന്താക്കാം, ഇങ്ങനെ ആൾക്കാരൊക്കെ ഭയങ്കര ഓപ്പൺ ആൻഡ് ഹോണസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ നല്ല രീതിക്ക് ഒരു ടീം വർക്ക് വരും. അങ്ങനെ ടീം വർക്ക് വരുമ്പോൾ എന്താക്കാം, ഒരു ഓർഗനൈസേഷൻ അതിന്റെ ഗോൾ എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാനും പറ്റും. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ഇസ് എ സിസ്റ്റം-വൈഡ് ആപ്ലിക്കേഷൻ ഓഫ് ബിഹേവിയറൽ സയൻസ് നോളജ് ടു ദി പ്ലാൻ ഡെവലപ്മെന്റ് ആൻഡ് റീഎൻഫോഴ്സ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രാറ്റജീസ്, സ്ട്രക്ചർ ആൻഡ് പ്രോസസ് ഫോർ ഇംപ്രൂവിംഗ് ആൻഡ് ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ്. ക്യുമ്മിങ്സ് ആൻഡ് വേർലി പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് വെച്ചാൽ ആ ഒരു ഓർഗനൈസേഷൻ സിസ്റ്റം വൈഡ് നമ്മൾ അപ്ലൈ ചെയ്യാണ് എന്ത് ബിഹേവിയറൽ സയൻസ് നോളജ്. ബിഹേവിയറൽ സയൻസ് പറഞ്ഞാൽ നമ്മളുടെ സൈക്കോളജി, സോഷ്യൽ സയൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഓരോ ആൾക്കാരൊക്കെ മനസ്സിലാക്കുന്ന കാര്യം. ഓക്കെ, നോക്കിയിട്ട് നമ്മൾ നോക്കുകയാണ് എന്താണ് ഡെവലപ്മെന്റ് ആൻഡ് റീഎൻഫോഴ്സ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രാറ്റജീസ്. അവിടെയുള്ള ഓർഗനൈസേഷൻ സ്ട്രാറ്റജീസിന്റെ ഇംപ്രൂവ്മെന്റും അതുപോലെ തന്നെ അവിടെയുള്ള സ്ട്രക്ചർ ആൻഡ് പ്രോസസ്സിന്റെ സ്ട്രെങ്തണിങ്ങും അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഒരു ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ ആകുമ്പോൾ എന്താന്ന് വെച്ചാല് നമുക്ക് എന്താക്കാം, ഒരു ഓർഗനൈസേഷനും ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും, അവിടുത്തെ ഇൻഡിവിജ്വലിനും ഡെവലപ്മെന്റ് ഉണ്ടാകും. അല്ലെ,
അപ്പോൾ ഇവിടെ നെക്സ്റ്റ് പോയി നോക്കിക്കോളൂ. ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ഈസ് എ ബോഡി ഓഫ് നോളജ് ആൻഡ് പ്രാക്ടീസ് ദാറ്റ് എൻഹാൻസസ് ഓർഗനൈസേഷൻ പെർഫോമൻസ് ആൻഡ് ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ്, വ്യൂയിങ് ദ ഓർഗനൈസേഷൻ ആസ് എ കോംപ്ലക്സ് സിസ്റ്റം ഓഫ് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റ് വിത്തിൻ എ ലാർജർ സിസ്റ്റം. അതൊരു സിസ്റ്റമില്ല, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷൻ പെർഫോമൻസും കൂട്ടും, അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ പെർഫോമൻസും കൂട്ടും, അതുപോലെ തന്നെ അവിടെയുള്ള ഇൻഡിവിജ്വൽസിന്റെ ഡെവലപ്മെന്റും ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് എന്താകും, ഈ ഒരു ഓർഗനൈസേഷൻ ഒരു കോംപ്ലക്സ് സിസ്റ്റം ആയിട്ടാണ് കാണുന്നത്, ഓഫ് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റ് വിത്തിൻ എ ലാർജർ സിസ്റ്റം. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു സ്കൂൾ എടുക്കുകയാണ്. ഓക്കെ, ആ ഒരു സ്കൂളിന്റെ അണ്ടറിൽ തന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സിസ്റ്റംസ് ഉണ്ടാവും അല്ലെ, പക്ഷെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് പറയാം. ആ ഒരു സിസ്റ്റത്തിന്റെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഇങ്ങനെ കുറെ സിസ്റ്റംസ് വരൂലേ, ആ ഒരു സിസ്റ്റത്തിനെയാണ് ഒരു ഓർഗനൈസേഷൻ ഒരു കോംപ്ലക്സ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ഒരു കോംപ്ലക്സ് സിസ്റ്റം ആണ്, അതിന്റെ താഴെ എന്തൊക്കെയുണ്ട്, കുഞ്ഞു കുഞ്ഞു സിസ്റ്റംസും അതിന്റെ ഉള്ളിലുണ്ട് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. Then, organization development intervention in this system are inclusive methodologies and approaches to strategic planning, organization design, leadership development, change management, performance management, coaching, diversity and work-life balance. മാറ്റ് മിനാഹൻ പറഞ്ഞ ഒരാളാണ് ഈ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റിന് നമുക്ക് കുറച്ച് ടൂൾസ് ഉണ്ട്. ഈ ടൂൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്താക്കാം, നമുക്ക് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാം, അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഡിസൈൻ ചെയ്യാം, അതുപോലെ അവിടെയുള്ള ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്യാം, അതുപോലെ തന്നെ അവിടെയുള്ള നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്തൊക്കെയാ അവിടുത്തെ ചേഞ്ചുകൾ, അവിടുത്തെ പെർഫോമൻസ്, അവിടുത്തെ കോച്ചിങ്, അതുപോലെ തന്നെ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളതൊക്കെ മാനേജ് ചെയ്യാനും പറ്റും. അതാണ് അദ്ദേഹം പറഞ്ഞ ഡെഫിനേഷൻ. കമ്മിങ് ടു ദിസ് ഡെഫിനിഷൻ, ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് 2002 ക്യുമിങ്സ് ആൻഡ് വേർലെ. ക്യുമിങ്സ് ആൻഡ് വേർലെ പറഞ്ഞ വേറെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു, ഇതായിരുന്നു ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ആസ് എ സിസ്റ്റമായിട്ട് അപ്ലിക്കേഷൻ എന്നുള്ള കാര്യം. ഇതിൽ ജസ്റ്റ് ഒന്നുമില്ല, അതേ ഒരു ഡെഫിനിഷൻ തന്നെയാണ്, പക്ഷേ ഇവിടെ നോക്കാനുള്ളത് നോളജ് ടു ദി പ്ലാൻഡ് ഡെവലപ്മെന്റ് ഇംപ്രൂവ്മെന്റ്. ഈ ഇംപ്രൂവ്മെന്റ് എന്നുള്ളതാണ് ഇവിടെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ഒരു റാൻഡം ചേഞ്ച് അല്ല ഒരു ഓർഗനൈസേഷന് കൊടുക്കുന്നത്. ഒരു ഓർഗനൈസേഷന് അതിന്റെ എഫക്റ്റീവ്നെസ്സിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുകയാണ് ഒരു ഓർഗനൈസേഷനെ എന്നുള്ളതാണ് പറയുന്നത്. അതിലെ ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജീസും സ്ട്രക്ചറും പ്രോസസ്സുകളൊക്കെ നമ്മളും കൂടി പ്ലാൻ ചെയ്ത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ക്യുമിങ് ആൻഡ് വേർലെ പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കുറെ ഡെഫിനിഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു 5 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് നമ്മൾ പഠിക്കും. ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് 5 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ പ്ലാൻഡ് ചേഞ്ച് എഫേർട്ട്. അത് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ഒരു ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ വെൽ പ്ലാൻ ചെയ്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ട് ആ ഒരു എന്തൊക്കെ നമുക്ക് അതിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിൽ എന്തൊക്കെ റിസോഴ്സസ് വേണം നോക്കുന്നു, എന്നിട്ട് നമ്മൾ ചേഞ്ച് കൊണ്ടുവരുന്നു. കൃത്യമായിട്ടും അതെന്താണ് ഒരു പ്ലാൻ ചെയ്ത് നടക്കുന്ന കാര്യം. ഒരിക്കലും അതെന്തല്ല ഒരു കോയിൻസിഡൻസ് റാൻഡം ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഇൻവോൾവ്സ് ദ ടോട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് ഇറ്റ് ഫോക്കസ് ഓൺ ചേഞ്ചിങ് ദ എൻ്റയർ ഓർഗനൈസേഷൻ, നോട്ട് ജസ്റ്റ് സ്മോൾ സിസ്റ്റം. ഇപ്പൊ നമ്മള് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താക്കണം, ഒരു സ്മോൾ പാർട്ട്, ഒരു ഓർഗനൈസേഷൻ സ്മോൾ പാർട്ടിലല്ല ചേഞ്ച് കൊണ്ടുവരണ്ടേ, അതൊരു ടോട്ടൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു പോളിസി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാണ്. ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, ഇപ്പോൾ ഒരു സ്കൂളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്മോൾ ഏരിയയിൽ ഒരു ഫുൾ ഡിപ്പാർട്ട്മെന്റ്സ് കവർ ചെയ്ത് ആ ഫുൾ കോളേജ് എന്താവും ആ ഒരു ചേഞ്ചിലൂടെ അഡാപ്റ്റ് ആയിട്ട് വരും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്മോൾ ഏരിയയിൽ നിന്നാണെങ്കിലും അതെന്താണ് ആ ഒരു സാധനം ആ ത്രൂ ഔട്ട് ദ ഹോൾ ഓർഗനൈസേഷനിൽ റൺ ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഈസ് മാനേജ് ഫ്രം ദി ടോപ്പ്. നമ്മള് ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ ലീഡേഴ്സ് എന്തായിരിക്കണം, ആ ഒരു ഗോൾസ് ഒക്കെ ആ ഒരു ഓർഗനൈസേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഭയങ്കര പേഴ്സണലിയും കൂടിയും എന്തായിരിക്കണം, ഇൻവെസ്റ്റ് ചെയ്യിക്കണം, ഭയങ്കരമായിട്ട് അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ അതിന് വേണ്ടി സപ്പോർട്ട് കൊടുക്കണം, അതുപോലെ പേഴ്സണലി അതിൽ ഇൻവോൾവ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡിസൈൻ ടു ഇൻക്രീസ് ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് ആൻഡ് ഹെൽത്ത് എന്നുള്ളതാണ് പറഞ്ഞത്. OD aims to make the organization more effective by improving task accomplishment, teamwork and adaptation to the environment. ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്
നമുക്ക് എന്താക്കാം, ഒരു ഓർഗനൈസേഷൻ കൂടുതൽ എന്താക്കാം, ഒരു എഫക്റ്റീവ് ആക്കി മാറ്റാം. എന്തൊക്കെ അവിടെയുള്ള ടാസ്ക് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ അവിടെ നല്ലൊരു ടീം വർക്ക് കൊണ്ടുവരിക, അതുപോലെ തന്നെ മ്യൂച്വലി ഒരു അഡാപ്റ്റേഷൻ, അവിടെയുള്ള ഒരു വർക്ക് എൻവയോൺമെന്റിലേക്ക് ഒരു അഡാപ്റ്റേഷൻ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എന്താക്കും, ഒരു ഓർഗനൈസേഷൻ അതിന്റെ എഫക്റ്റീവ്നെസ് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. Then organization development achieves its goals through planned interventions using behavioral science knowledge. Uses strategies based on behavioral science to change how people work, communicate, solve problems, build relationships, and handle conflicts. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിഹേവിയറൽ സയൻസിന്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താക്കുകയാണ്, അവിടെ ആൾക്കാരെ മനസ്സിലാക്കാനും, അതുപോലെ അവിടെ എന്തെങ്കിലും ചേഞ്ചുകൾ പീപ്പിൾസിൽ അവരുടെ തിങ്കിങ്ങിലോ അവരുടെ ബിലീഫ്സിലോ അവരുടെ വാല്യൂസിലോ ഒക്കെ തിങ്കിങ് വരണമെന്നുണ്ടെങ്കിൽ അതിൽ ചേഞ്ച് കൊണ്ടിരിക്കാനും, അതുപോലെ തന്നെ അവിടുത്തെ മോട്ടിവേഷൻ കൂട്ടാൻ, കമ്മ്യൂണിക്കേഷൻ കൂട്ടാൻ, അതുപോലെ അവിടെ പ്രോബ്ലം സോൾവിങ്, ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ, നല്ല ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അവിടെ എംപ്ലോയീസ് തമ്മിൽ ബിൽഡ് ചെയ്യാൻ, അതുപോലെ തന്നെ അവിടുത്തെ കോൺഫ്ലിക്ട്സ് ഒക്കെ റെസൊല്യൂഷൻ, കോൺഫ്ലിക്റ്റ് എന്താക്കുക, അവിടെ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. സോ ഇതാണ് നമ്മൾ 5 ഫാക്ടേഴ്സ് കേട്ടോ, 5 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചിരിക്കണം നിങ്ങളൊരു ഓർഗനൈസേഷൻ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ. ഇറ്റ് ഇസ് എ പ്ലാൻഡ് ചേഞ്ച് എഫേർട്ട്, ഇറ്റ് ഇൻവോൾവ്സ് ടോട്ടൽ സിസ്റ്റം, ഇറ്റ് ഈസ് മാനേജ് ഫ്രം ദ ടോപ്പ്, ആൻഡ് ഇറ്റ് ഇസ് ഡിസൈൻഡ് ടു ഇൻക്രീസ് ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് ആൻഡ് ഹെൽത്ത്. ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് achieves its goal through planned interventions using behavioral science knowledge. Then coming to the goals of an organization development. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോൾസ്, ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ഗോൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ക്രിയേറ്റ് എൻ ഓപ്പൺ ആൻഡ് പ്രോബ്ലം സോൾവിങ് അറ്റ്മോസ്ഫിയർ ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ ആയിരിക്കുമ്പോൾ അവിടെ എന്തായിരിക്കണം, അവിടെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ള തുറന്നു പറയാൻ പറ്റണം. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു കൾച്ചർ ഒക്കെ ഉണ്ടായി കൊടുക്കണം. പക്ഷെ ഒരു എംപ്ലോയീസിന് അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കും, അവിടുത്തെ ഒരു എംപ്ലോയീസിന്റെ മോട്ടിവേഷനും സാറ്റിസ്ഫാക്ഷനും അവർ വർക്ക് ചെയ്യുന്ന ഫംഗ്ഷനിങ് ഒക്കെ കൂടും. ഇതൊക്കെ കൂടി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഓർഗനൈസേഷൻ തന്നെയാണ് ബെനിഫിറ്റ് വരുന്നത് അല്ലെ. അപ്പോൾ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ ഈസിയാണ്. ഓക്കെ. നെക്സ്റ്റ്, ദ അതോറിറ്റി ഷുഡ് ബി അസോസിയേറ്റ് വിത്ത് ദെയർ റോൾ, സ്റ്റാറ്റസ്, നോളജ് ആൻഡ് കോമ്പിറ്റൻസ് എന്നുള്ളത് പറഞ്ഞത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ അതോറിറ്റി വെച്ചാൽ ഓരോ ആൾക്കാർക്കും അതിന്റെ ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു പവർ അവരുടെ റോൾസും സ്റ്റാറ്റസും ഒക്കെ വെച്ചിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. സോ ദാറ്റ് എന്തായിരിക്കും, അവിടെ ഒരു ക്ലാഷ് ഉണ്ടാവില്ല. ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ വരുമ്പോൾ അവിടെ ഒരു ക്ലാഷ് ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. Then decision making and source of information should be clear. Provide transparent decision making and clear information to increase awareness, career growth and organization citizenship. ഇവിടെ പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ഒരു കമ്പനിയിൽ ആരാണ് എടുക്കുന്നത്, ആരെടുത്ത് പോയില്ല അതിനൊരു സൊല്യൂഷൻ കിട്ടുക എന്നുള്ള ഒരു ക്ലിയർ ഇൻഫർമേഷൻ എംപ്ലോയീസിന് കൊടുത്താൽ എന്താക്കും, അവിടെ വേറെ ക്ലാഷുകളൊന്നും ഉണ്ടാവില്ല. ലൈക്ക് വേറെ കുറച്ച് ഡൗട്ട്സോ ഒന്നും ആർക്കും വരില്ല, അവിടെയുള്ള എംപ്ലോയീസിന് വരില്ല. അപ്പൊ എന്താകും, കൂടുതലായിട്ടും അവർക്ക് അവെയർ ആകും. അതുപോലെ കരിയർ ഗ്രോത്തും ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ഒക്കെ എന്താകും, ഒരു ക്ലിയർ ഇൻഫർമേഷൻ അവർക്ക് എന്താക്കും, കിട്ടിയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ബിൽഡ് ട്രസ്റ്റ് വാല്യൂസ് എമംഗ് എംപ്ലോയീസ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. വെച്ചാൽ നമ്മൾ അവിടെയുള്ള റിലേഷൻഷിപ്പ്, ഒരു എംപ്ലോയീസും മറ്റു എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂട്ടുക, അവർ തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടാക്കുക. ഒരു എംപ്ലോയീസും വേറെ എംപ്ലോയി മാത്രമല്ല, ഒരു ഓർഗനൈസേഷനും ഒരു എംപ്ലോയി തമ്മിലുള്ള റിലേഷൻഷിപ്പും നമ്മൾ എന്താക്കാം, ഇമ്പ്രൂവ് ചെയ്ത് എടുക്കണം. എന്നിട്ട് അവർക്കൊരു പോസിറ്റീവ് ഓർഗനൈസേഷൻ കൾച്ചർ, പക്ഷെ ആ ഒരു ഓർഗനൈസേഷൻ നല്ലൊരു പോസിറ്റിവിറ്റി തോന്നിപ്പിക്കുക, അവർക്ക് വർക്ക് ചെയ്യാനേ തോന്നിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. Then create healthy competitive atmosphere amongst the employees to maximize collaborative effort. അത് പറഞ്ഞാൽ നമ്മൾ എന്താക്കുക, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ വെച്ച് കൊടുക്കുക എംപ്ലോയീസ് തമ്മിൽ. പക്ഷെ അത് ഹെൽത്തി ആയിരിക്കണം, പോസിറ്റീവ് വെയിലായിരിക്കണം, ഒരിക്കലും നെഗറ്റീവ് ആവരുത്. നെഗറ്റീവ് ആകുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, പിന്നെ അത് റിസോൾവ് ചെയ്യാൻ നടക്കേണ്ടിയൊക്കെ വരും. അതായത് നമ്മളൊരു പോസിറ്റീവ് വെയിൽ എന്താക്കി കൊടുക്കുക, ഒരു കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ഒക്കെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഒരു അവര് എന്തെങ്കിലുമൊക്കെ ഒരു മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിവാർഡ് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ് അറിയോ, നമുക്ക് ബാക്കിയുള്ള ആൾക്കാർക്കും ഒരു ത്വര വരും ഒന്നുകൂടി വർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. Then develop a reward or promotion system to motivate the personnel and increase the performance. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അവർ എന്തെങ്കിലും ഒരു മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താക്കാം, നമ്മൾ അതിന് റിവാർഡ് കൊടുക്കാം, അവരുടെ പെർഫോമൻസ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇതൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി എന്താവും, ഒരു മോട്ടിവേഷൻ കൂടും, അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും. അത് കൂടിയാൽ എന്താണ്, അവർ നല്ല രീതിക്ക് വർക്ക് ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ തന്നെയാണ് അതിന്റെ ബെനിഫിറ്റ് വരുന്നത്. ഇംപ്രൂവ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അപ്ലൈ വാരിയസ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ടെക്നിക്സ് ടു എൻഹാൻസ് എഫിഷ്യൻസി ആൻഡ് ഔട്ട്കംസ്. ഒരു ഓർഗനൈസേഷന്റെ എഫക്റ്റീവ്നെസ് കൂട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഒരു എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യം. ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് പറഞ്ഞാൽ ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യം.
Then enhance achievement of organization goals. Use all these strategies to better accomplish overall organizational objectives. നമുക്ക് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് പക്ഷെ അതിൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്, അത് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു പാർട്ട് 1 ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 2 നമ്മൾ ഇനി നെക്സ്റ്റ് അപ്കമിങ് ക്ലാസ്സിലാവട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക.